അപ്പം ഇന്നിതാ നല്ല വെയിലാണ് കേട്ടോ. നല്ല രസമുള്ള കാലാവസ്ഥയാണ്. പക്ഷെ ഇവരൊന്ന് പുറത്തേക്ക് വിടാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കണം എല്ലാവരും. ഇവരിങ്ങനെ കഴിക്കണതാണ് രസമാണ്. നമുക്കിപ്പോൾ ചെറിയ കൂടാണെങ്കിലും വളർത്തുക ചെയ്യട്ടെ. എനിക്കിവിടെ വലിയ കൂടുള്ളതുകൊണ്ട് ഞാൻ അതിലിട്ടെന്നുള്ളൂ. ഞാൻ ആദ്യം ചെറിയ കൂട്ടിലിട്ടിട്ടൊക്കെ വളർത്തിയ നാൾ തന്നെയാണ്. നമുക്ക് ഇതിന്നെന്താ അറിയോ, വിഷങ്ങളും കൂടിയുള്ള വരുമാനമല്ല, അതിനേക്കാളും നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇവരുടെ ഓരോ മൂവിങ്ങും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. വരുമാന മാർഗ്ഗമാക്കുകയാണെങ്കിൽ അങ്ങനെയാക്കാം. എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വലിയ ഷെഡൊക്കെ ഉണ്ടാക്കി വളർത്തുകയാണെങ്കിൽ അതിൻ്റെ വരുമാനം കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടൂല. അങ്ങനെ വെറുതെ ഒരു ഇത് കെട്ടിവെച്ച് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഇനി ആടോടെ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നായ്ക്കളെ കാര്യമാലോചിക്കുമ്പോൾ പേടിയാണ്. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാം. ഇതാണ് കോഴിത്തീറ്റും തവിടും മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അപ്പുറത്തെ കൂട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കും കൊടുക്കണം. ഇതിൽ കൂട് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെ ഇപ്പോൾ വിറ്റു. മഴക്കാലം ആകുമ്പോഴേ നമ്മൾ കുറച്ച് കുറക്കണതാണ് നല്ലത്. മഴക്കാലത്ത് ഇവർക്ക് പുറത്ത് വെള്ളം പ്രയാസമാണ്. നാശല്യം ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും അറിയൂല. പിന്നെ തണുപ്പൊക്കെ കൂടുതലല്ലേ, അപ്പം ഞാൻ ഒത്തിരി ഒന്ന് എണ്ണം കുറക്കും. പിന്നെ ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടി, ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും മുട്ട വിരിയിച്ചെടുക്കും ചെയ്യാം കേട്ടോ. അതിന് പറ്റിയ സമയമാണ്. ഇവരൊക്കെ മുട്ടയിടാൻ തുടങ്ങിയ കുറേ എല്ലാവരും ഇങ്ങനെ മുട്ടയിടാൻ ഏകദേശം ആയി. ഇല്ലടാ രസമല്ലേ ഇങ്ങനെ. നല്ല സ്നേഹമാണ് ഇവർക്കൊക്കെ കേട്ടോ. ഇവർക്കൊക്കെ നല്ല ഇണക്കുള്ള കോഴികളാണ് എൻ്റെ അടുത്ത്. ഈ കോഴികളും പശുക്കളൊക്കെ നല്ല ഇണക്കുള്ളവരാണ്. നമ്മൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കണേ, ആർക്കും മനസ്സിലാവുണ്ടാവും. ഇടാ അവനൊക്കെ എൻ്റെ അടുത്ത അടുക്കളയിൽ വന്നിക്കണ ആളാ. പക്ഷെ എന്താ ചെയ്യുക, ഇതോടെ കഴിച്ചോളൂ. നേരെ ശല്യം ചെയ്യുന്നില്ല, ഒരു കഴിക്കട്ടെ. നല്ല രസമാണ് കാറ്റൊക്കെ ആയിട്ട്. മഴക്കാലത്ത് വരുന്ന വെയിലിനൊരു പ്രത്യേക രസമാണ്. ആകാശമൊക്കെ എന്ത് ഭംഗിയ, കാറ്റും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ വെയിലുള്ള സമയത്ത് വേഗം മുറ്റത്തൊക്കെ കുറേ പണികളുണ്ട്. പുല്ല് പറിക്കാനും ഒക്കെ പകുതിയൊക്കെ ഇട്ടിരിക്കും. പിന്നെ കുറച്ച് പച്ചക്കറി തൈകൾ ഒഴിച്ചിടാനൊക്കെ ഉണ്ട്. അതൊക്കെ എളുപ്പം നല്ല വെയിലുണ്ടാകുമ്പോഴേ അതൊക്കെ നടക്കുള്ളൂ. ഇവരിതാ കൂടിൻ്റെ പുറത്തുണ്ടേ. ഇവരും വിട്ടില്ലെങ്കിൽ ഇവരും നായ്ക്കൾ ശല്യം ചെയ്യാനൊക്കെ വരും. എന്നാലും ഇവരിൻ്റെ അടുക്കള പുറത്ത് കൂടി ഉണ്ടാവും. കോഴികൾ അങ്ങനെയല്ല, കോഴികൾ തൊടിയുടെ വേറൊരു അറ്റത്തേക്ക് പോകും. ഇവരൊക്കെ വിട്ടാൻ തരാം. നമ്മൾ വീടിൻ്റെ ചുറ്റൊരു ബഹളാണ്. ഇവർക്ക് ഈ പാമ്പും ചേരൊക്കെ നന്നായിട്ട് വരുന്നതല്ലേ. ഫുഡ് കഴിക്കണം അവർക്ക് ഞാൻ കുറേ വേസ്റ്റും ഇതൊക്കെ ഉള്ള വെച്ചെടുത്തിരിക്കും, പഴയ ചോറും ഇതൊക്കെ അല്ലേ. അപ്പം അവരതിനായിട്ട് വരും കേട്ടോ. അടുക്കളപ്പുറത്ത് അവർ വരും. തെയ്യോളം ഇതൊക്കെ ശരിയാക്കാണ്ട് വെയിൽ വന്നപ്പോൾ തെയ്യോളൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറ്റി വെക്കലും കുറച്ച് തെയ്യ് കുഴിച്ചിടാനൊക്കെ ഉണ്ട്. വെണ്ടൊക്കെ ഉണ്ടായി കിട്ടൽ തുടങ്ങിയിട്ടോ. ഇനി കുറച്ച് തെയ്യോളം അപ്പുറത്തുണ്ട്, അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഒക്കെ ഒന്ന് ചാഞ്ഞിട്ടുണ്ട് തെയ്യൊക്കെ. ഒത്തിരി മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത്. പുഴുശല്യം ഉണ്ട്. പുഴുശല്യം അങ്ങനെ മഴ ആയതുകൊണ്ടേ ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. വെയിൽ തട്ടിയപ്പോൾ വെണ്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇല അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ ഈ കൂട്ടിലും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ തീറ്റ ഇങ്ങനെ മേലെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കൂട് തുറന്ന് അവരെങ്കിലും ചാടും. ഇതിൽ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. മുയലും കോഴി പ്രാവ് എല്ലാം ഉണ്ടായിരുന്നു. കുറേ കൂട് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഇനി ഒന്ന് അവിടെ ഇവിടെയൊക്കെ നെറ്റൊക്കെ പോയിട്ടുണ്ട്. ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വീണ്ടും ഇനി കൊണ്ടുവരണം കുറച്ച് ആൾക്കാരെ. ഞാനിവർക്ക് ഒരു മരുന്നൊന്നും കൊടുക്കാറില്ല. നാടൻ കോഴികളല്ലേ, ഒന്നും കൊടുക്കാറില്ല. ചെറിയ കുട്ടികൾ വിരിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഇത്തിരി മഞ്ഞളും പൊടി കലക്കി കൊടുക്കും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ അങ്ങനെ അസുഖങ്ങൾ വരാറുമില്ല. അറിയില്ല, ഇവരിപ്പോൾ ഒരു കൂട്ടിലേക്കുള്ള ആൾക്കാരുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഇതിൽ കൂടി ഒന്നിച്ച് പരന്ന് നടക്കുന്നത് മാത്രം. ഞാനിവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മരുന്നൊന്നും കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അവർക്ക് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് മാത്രം ഇത്തിരി മഞ്ഞളും പൊടി കലക്കി കൊടുക്കും. വേറെ ഒരു
സംഭവം ഒന്നും കൊടുക്കാറില്ല. നാടൻ രീതിയിൽ വിട്ട് വളർത്തുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. നമ്മളെ തൊടിയിൽ കൂടിയൊക്കെ നടക്കാനൊക്കെ പറ്റണമെങ്കിൽ നല്ലതാണ്. അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല ഇതുവരെ അല്ല. മേലെ നെറ്റിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ ചാടും. പിന്നെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നായ്ക്കളെ വായിക്കാവും. അവനെ മറ്റോ കൊത്തു. ഇനി അവനെ അപ്പുറത്ത് കൂടി കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കട്ടെ. അതിലൊരാൾ അവനെ കൊത്തും. ഇപ്പോൾ 2 ചക്കയും കൂടി ഉണ്ട് പൊട്ടിക്കണത്. മേലത്തൊന്നും കിട്ടൂല, താഴുള്ളത്